CCTV നന്നാക്കാൻ ഞാൻ റെജിയാണല്ലോ ഏൽപ്പിച്ചത്. റെജിയുടെ അമ്മയ്ക്ക് സുഖമില്ല. ഇത് റെജിയുടെ ബന്ധുവാ. നല്ലോണം പണിയാ. നല്ല പണിയാ തന്നത്. എന്താ പേര്? റെജി. സജി. സജി. ഇടയ്ക്ക് റെജി വിളിക്കുമ്പോ സജി വരും, സജി വിളിക്കുമ്പോ റെജി വരും. എന്നാ സജിയുടെ പേര് റെജി നാക്കിക്കോ, റെജിയുടെ പേര് സജി നാക്കിക്കോ. ഇല്ലേ? അല്ല, CCTV എന്താണ് കംപ്ലൈന്റ്? സംഭവം സാറേ, ഈ CCTVയുടെ TV മാത്രമേ ഇവിടെ ഉള്ളൂ. ഞാൻ പോയി ആ CC എടുത്തോണ്ട് വന്നിട്ട് എന്റെ വണ്ടിയുടെ CC കൊണ്ട് അടച്ച് ഞാൻ ആ വഴി അങ്ങ് പോവേ. പോട്ടെ മേഡം. ചേച്ചി, അയ്യോ, ഇതാരാ പുതിയൊരു അവതാരം? മഹേഷ് ഏട്ടാ പോന്ന് എന്തായാലും ഒന്നും മിണ്ടൂലേ? ചേച്ചി കണക്ടർ കിട്ടിയിട്ടാ ശരിയാക്കി തരാം. ഇപ്പൊ ശരിയാവുമല്ലോ. നിന്റെ അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടടാ റെജി? എന്റെ അമ്മ മരിച്ചിട്ട് 2 കൊല്ലമല്ലേ? ചേട്ടൻ വന്ന് ഇഡ്ഡലി കഴിച്ചിട്ട് പോയതൊക്കെ മറന്നുപോയോ? വയ്യാതെ കിടന്നവന്റെ അമ്മ നേരത്തെ മരിച്ചു പോയിരുന്നു. ആക്ച്വലി ജപ്പാനിലൊരമ്മ മരിച്ചു പോയിട്ട് പിന്നെയും വയ്യാണ്ടായ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇത് നിന്റെ ഏത് വകയിലെ ബന്ധുടാ റെജി? സാറിന്റെ വീട്ടിലേക്ക് നാളെങ്ങനെ എന്റെ ബന്ധു വന്നത്? Is it possible? How? എടാ സജി. ഏത് സജി? ബിന്ദു മാമിയുടെ മോൻ. ബിന്ദു മാമിയാ? എടോ, എല്ലാ കുടുംബത്തിലും ഒരു ബിന്ദു മാമി ഇല്ലടോ, അതിലൊരു മാമിയുടെ മോൻ. നമ്മള് ബന്ധുക്കാരാ. അയ്യോ, ഭർത്താവില്ലാത്ത നേരത്ത് ഒരു അന്യപുരുഷനെ അകത്ത് കയറ്റിയിട്ട് 2 പേരും കൂടി അവിഹിതം. നോ. എടോ, ഭർത്താവില്ലാത്ത നേരത്തെ ഒരു വീട്ടിൽ ഒരു ആണും പെണ്ണും കൂടി ഇരുന്ന അത് അവിഹിതം ആവൂടോ? ഇല്ലടാ, ഇതുവരെ കാണാത്ത നിന്നെ ഞാൻ എന്റെ മോനായിട്ട് സങ്കല്പിക്കാം. എടോ, ഞാനിവിടെ പഴയ കാമുകനാണോ? ഞാൻ എന്റെ കല്യാണം വിളിക്കാൻ വന്നയാ. ഓ, ആ പേരും പറഞ്ഞ് വീണ്ടും അവിഹിതം തുടങ്ങാല്ലോ. എടി, ഇയാൾക്ക് മുഴു പ്രാന്താണ്. ഇങ്ങോട്ട് നിന്നെ നവദമ്പതികൾ ഇങ്ങോട്ട് ചേർന്ന് നിന്നേ. അയ്യോ, എന്നെ തേച്ചേള്. അത് സാരമില്ല. ചേട്ടാ, ഞാനിവിടെ കൂടിക്കോട്ടെ? നീ നിനക്ക് ഞാൻ തരുന്നുണ്ട്. എന്താ ചേച്ചി സംഭവം? എടാ, നീ എന്തിനാണ് ഇപ്പൊ വന്നത്? നിന്റെ ക്യാമിയോട് ആവശ്യം എന്ത് ഇവിടെ? അല്ല, ഞാൻ അങ്ങോട്ട് നോക്കി.